വെൽക്കം ടു എക്സാംസ് ഡെയിലി മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കേരള വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ കേരള വാട്ടർ ട്രാൻസ്പോർട്ടിൽ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നടത്തിയ ഒരു PSCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് arc heating occurs when the air between electrodes of opposite polarity becomes. 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്ന് moistened, ഓപ്ഷൻ ബി ഡ്രൈ, ഓപ്ഷൻ സി അയണൈസ്ഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ക്വസ്റ്റ്യൻ ഇതാണ്, arc heating occurs when the air between electrodes of opposite polarity becomes. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അയോണൈസ്ഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്തതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതാണ്, ദ മീറ്റർ യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് എ ഫർണസ് ഈസ്. 4 ഓപ്ഷൻസ് ഉണ്ട്, ഹൈഡ്രോമീറ്റർ, പൈറോമീറ്റർ, ഹൈഗ്രോമീറ്റർ ആൻഡ് ഓപ്ഷൻ ഡി ടാക്കോമീറ്റർ. പൈറോമീറ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ മീറ്റർ യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് എ ഫർണസ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി പൈറോമീറ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് പാർട്ട് ഈസ് പ്രൊവൈഡഡ് ഇൻ എ ബാറ്ററി ചാർജർ ടു പ്രിവെന്റ് ദ ഫ്ലോ ഓഫ് എക്സസീവ് കറന്റ് ഇൻ ടു ദ ബാറ്ററി? വിച്ച് പാർട്ട് ഈസ് പ്രൊവൈഡഡ് ഇൻ എ ബാറ്ററി ചാർജർ ടു പ്രിവെന്റ് ദ ഫ്ലോ ഓഫ് എക്സസീവ് കറന്റ് ഇൻ ടു ദ ബാറ്ററി? ബാറ്ററിയിലേക്കുള്ള കറന്റിന്റെ ഓവർഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ്? വിച്ച് പാർട്ടാണ്? ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. കോഴ്സ് സെലക്ടർ, ടൈം സെലക്ടർ സ്വിച്ച്, ലിമിറ്റിംഗ് റെസിസ്റ്റൻസ്, ഓപ്ഷൻ ഡി ട്രാൻസ്ഫോമർ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വിച്ച് പാർട്ട് ഈസ് പ്രൊവൈഡഡ് ഇൻ എ ബാറ്ററി ചാർജർ ടു പ്രിവെന്റ് ദ ഫ്ലോ ഓഫ് എക്സസീവ് കറന്റ് ഇൻ ടു ദ ബാറ്ററി? ഏതാണ്? ഓപ്ഷൻ സി ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഫിൽറ്റർ സർക്യൂട്ട് ഇൻ ബാറ്ററി ചാർജർ ഇഫ് ദ ഔട്ട്പുട്ട് ഫിൽറ്റർ കപ്പാസിറ്റർ ഈസ് ഓപ്പൺഡ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ വിൽ നോട്ട് ഫങ്ഷൻ, ഓപ്ഷൻ ബി വിൽ മേക്ക് ഹമ്മിങ് നോയ്സ്, ഓപ്ഷൻ സി മോർ കറന്റ് വിൽ ഫ്ലോ, ഓപ്ഷൻ ഡി നോ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വിൽ മേക്ക് ഹമ്മിങ് നോയ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഫിൽറ്റർ സർക്യൂട്ട് ഇൻ ബാറ്ററി ചാർജർ ഇഫ് ദ ഔട്ട്പുട്ട് ഫിൽറ്റർ കപ്പാസിറ്റർ ഈസ് ഓപ്പൺഡ്? ഏതാണ്? ഹമ്മിങ്, വിൽ മേക്ക് ഹമ്മിങ് നോയ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. What are the two relative quantities to be plotted for external characteristics curve for DC shunt generator? ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ലോഡ് കറന്റ് വേഴ്സസ് ടെർമിനൽ വോൾട്ടേജ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ആർ ദ ടു റിലേറ്റീവ് ക്വാണ്ടിറ്റീസ് ടു ബി പ്ലോട്ടഡ് ഫോർ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് കർവ് ഫോർ DC ഷണ്ട് ജനറേറ്റർ? ഏതാണ്? ഓപ്ഷൻ സി ലോഡ് കറന്റ് വേഴ്സസ് ടെർമിനൽ വോൾട്ടേജ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ഹാപ്പൻ ടു എ സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്റർ ഇഫ് ദ ജനറേറ്റർ റൺസ് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ? 4 ഓപ്ഷൻസ് ഉണ്ട്. ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഇൻക്രീസ്ഡ്, there is no change in the induced EMF, spark will be produced in the commutator, option D residual magnetism in the pole will be destroyed. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ്, residual magnetism in the pole will be destroyed എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, what will happen to a self excited DC generator if the generator runs in reverse direction? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഡിലൈഡ് റെസ്പോൺസ് ടൈപ്പ് ഡയാസ്ഡ് ഫ്യൂസ്? ഏതാണ്? ഓപ്ഷൻ എ മോട്ടോർ സർക്യൂട്ട് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തതാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ലോങ് പാരലൽ കണ്ടക്ടേഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് ഇൻ വൺ കണ്ടക്ടർ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്, റേഡിയസ് ഓഫ് കണ്ടക്ടേഴ്സ്, ഓപ്ഷൻ ഡി പ്രൊഡക്റ്റ് ഓഫ് കറന്റ് ഇൻ ടു കണ്ടക്ടേഴ്സ്.
ഏതാണ്? The force between two long parallel conductors is inversely proportional to option B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തതാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following circuit elements will oppose the change in the circuit current? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ഇൻഡക്റ്റൻസ്, ഓപ്ഷൻ ബി റെസിസ്റ്റൻസ്, ഓപ്ഷൻ സി കപ്പാസിറ്റൻസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ക്വസ്റ്റ്യൻ ഇതാണ്, which of the following circuit elements will oppose the change in the circuit current? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഇൻഡക്റ്റൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തതാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. ദ കളർ ഓഫ് ലൈറ്റ് ഓഫ് മെർക്കുറി വേപ്പർ ലാമ്പ് ഈസ് ഏതാണ്? ഓപ്ഷൻ എ ഗ്രീനിഷ് ബ്ലൂ, ഓപ്ഷൻ ബി യെല്ലോ, ഓപ്ഷൻ സി പിങ്ക്, ഓപ്ഷൻ ഡി വൈറ്റ്. ഏതാണ്? ഗ്രീനിഷ് ബ്ലൂ കളർ ആണ് എന്ത്? സോഡിയം വേപ്പർ ലാമ്പ്, മെർക്കുറി വേപ്പർ ലാമ്പിന്റെ കളർ, ലൈറ്റിന്റെ കളർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഗ്രീനിഷ് ബ്ലൂ കളർ ആണ്. അടുത്തതാണ് which of the following frequencies has the longest time period? താഴെ തന്നിരിക്കുന്നവയിൽ ലോങ്സ്റ്റ് ടൈം പീരീഡ് ഉള്ള ഫ്രീക്വൻസി ഏതാണെന്ന്? 1 Hz, 1 kHz, 10 Hz ആൻഡ് 10 kHz. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ 1 Hz എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തതാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ജനറേറ്റർ മാക്സിമം വാല്യൂ ഓഫ് EMF ഈസ് ജനറേറ്റഡ് വിത്തിൻ ദ കോയിൽ ആക്സിസ് ഈസ് അറ്റ് ഏതാണ്? 45 ഡിഗ്രി വിത്ത് ഫീൽഡ് ആക്സിസ്, 90 ഡിഗ്രി വിത്ത് ഫീൽഡ് ആക്സിസ്, 180 ഡിഗ്രി വിത്ത് ഫീൽഡ് ആക്സിസ്, 0 ഡിഗ്രി വിത്ത് ഫീൽഡ് ആക്സിസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 90 ഡിഗ്രി വിത്ത് ഫീൽഡ് ആക്സിസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തതാണ് എ ചോക്ക് കോയിൽ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് ഫ്ലൂറസെന്റ് ലാമ്പ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്. വാട്ട് ഈസ് ദ കൺസീക്വൻസ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്, ദ കറന്റ് ബിക്കം സോ ലാർജ് ദാറ്റ് ഇറ്റ് ഡാമേജ് ദ ട്യൂബ്. The current becomes so large that it damages the tube. അതാണ് കറക്റ്റ് ആൻസർ. അടുത്താണ് 14ാമത്തെ ക്വസ്റ്റ്യൻ. എ കോണ്ടാക്ടർ coil is designed for 220 volt DC. What happens if it is connected to 220 watt AC? അതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ്, too small a current is drawn by the coil and the operations of the conductor is no longer certain. അതാണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, എ കോണ്ടാക്ടർ കോയിൽ ഈസ് ഡിസൈൻഡ് ഫോർ 220 volt DC. വാട്ട് ഹാപ്പൻ ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ 220 volt AC? ആൻസർ ഓപ്ഷൻ ബി ആണ്. A capacitor is connected to across a 200 volt AC line. Its minimum voltage rating should be എത്രയായിരിക്കും? 300 volt ആയിരിക്കും അതിന്റെ മിനിമം വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ. The power factor of 3-phase load is less than 0.5 while measuring power by 2 watt meters. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, one of the watt meters kicks backward എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തതാണ് 17ാമത്തെ ക്വസ്റ്റ്യൻ. വോൾട്ടേജ് റിക്വയർഡ് ടു ഓപ്പറേറ്റ് ദ നിയോൺ സൈൻ ട്യൂബ് ഡിപെൻഡ്സ് അപ്പോൺ. എന്താണ്? ഓപ്ഷൻ സി ആണ്, ലെങ്ത് ഓഫ് ദി ട്യൂബ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തതാണ് 18ാമത്തെ ക്വസ്റ്റ്യൻ. സോൾഡറിംഗ് ഓഫ് എ ബ്രിട്ടാനിയ ജോയിന്റ് ഈസ് നെസസിറ്റി ടു അവോയ്ഡ് ലൂസനിങ് ഓഫ് ദി ജോയിന്റ് ഡ്യൂ ടു. എന്താണ്? ഓപ്ഷൻ എ ആണ്, വൈബ്രേഷൻ ആൻഡ് ചേഞ്ച് ഇൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തതാണ് ദ ടെസ്റ്റിംഗ് ഓഫ് വയറിംഗ് ഇൻസ്റ്റാളേഷൻ ഫോർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടു എൻഷുർ ദാറ്റ്. ഏതാണ്? ലീക്കേജ് കറന്റ് ബിയോണ്ട് ദ സ്റ്റിപ്പുലേറ്റഡ് വാല്യൂ ഡസ് നോട്ട് ഫ്ലോ ടു എർത്ത് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തതാണ് ബ്രാക്കിംഗ് ടോർക്കിംഗ് എനർജി മീറ്റർ ഈസ് പ്രൊഡ്യൂസ്ഡ് ടു. ഓപ്ഷൻ ഡി ആണ്, മെയിൻറ്റെയിൻ സ്റ്റഡി സ്പീഡ് ആൻഡ് ഈക്വൽ ടു ഡ്രൈവിംഗ് ടോർക്ക് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തതാണ് 21ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്കെയിൽ ഓഫ് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ഈസ് ഓഫ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്, യൂണിഫോം സ്കെയിൽ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തതാണ് 22ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്റ്റാൻഡേർഡ് സെക്കൻഡറി വോൾട്ടേജ് ഫോർ എ PT യൂസ്ഡ് ഇൻ പവർ സിസ്റ്റം. 4 ഓപ്ഷൻസ് ഉണ്ട്. 1 volt, ഓപ്ഷൻ ബി 5 volt, ഓപ്ഷൻ സി 50 volt, ഓപ്ഷൻ ഡി 110 volt. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഡി ആണ്, 110 volt എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദ സ്റ്റാൻഡേർഡ് സെക്കൻഡറി വോൾട്ടേജ് ഫോർ എ PT യൂസ്ഡ് ഇൻ പവർ സിസ്റ്റം എത്രയാണ്? 110 volt എന്നുള്ളതാണ്
കറക്റ്റ് വോൾട്ട് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. വിച്ച് ഇൻസ്ട്രുമെന്റ് always indicates true RMS value irrespective of the waveform? 4 ഓപ്ഷൻസ് ഉണ്ട്. മൂവിംഗ് അയൺ മീറ്റർ, ഡിജിറ്റൽ വോൾട്ട് മീറ്റർ, ദ തെർമോകപ്പിൾ മീറ്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് തെർമോകപ്പിൾ മീറ്റർ, ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഇൻസ്ട്രുമെന്റ് ഓൾവേസ് ഇൻഡിക്കേറ്റ്സ് ട്രൂ RMS വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ വോൾട്ട് മീറ്റർ ഗീവ്സ് ഇനാക്യുറേറ്റ് റീഡിംഗ് ടു മെഷർ ദ ഡ്രോപ്പ് അക്രോസ് എ ലോ റെസിസ്റ്റൻസ് ബിക്കോസ് ഏതാണ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ദി മീറ്റർ ഈസ് ടു ലോ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തതാണ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറന്റ്സ് ഇൻ ദ ടു പ്രഷർ കോയിൽ ഇൻ PF മീറ്റർ. ഏതാണ് എക്സാക്ട്ലി 90 ഡിഗ്രി ആണ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറന്റ്സ് ഇൻ ദ ടു പ്രഷർ കോയിൽ ഇൻ PF മീറ്റർ. എത്രയാണ്? എക്സാക്ട്ലി 90 ഡിഗ്രി എന്നുള്ളതാണ്, ഓപ്ഷൻ ഡി ആണ്. When a removed armature is rolled on the surface of leveled surface plate, the armature stops at the same position of its periphery for each rolling. The portion of armature touching the surface plate is regarded to have, option A ആണ്, higher weight than the diametrically opposite portion എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്, ഓപ്ഷൻ എ ആണ്. അടുത്തതാണ് 27ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു സിൻക്രോണസ് മോട്ടോഴ്സ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സ്യൂട്ടബിൾ ടു സപ്ലൈ ഓൺലി മെക്കാനിക്കൽ ലോഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തതാണ് 29ാമത്തെ ക്വസ്റ്റ്യൻ. ദ കളർ ഓഫ് which method is generally adopted to measure the power in a three-phase imbalanced load system? ഏതാണ്? 2 watt meter method എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കളർ ഓഫ് ലൈറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഏതാണ്? വേവ് ലെങ്ത് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, സ്പീഡ് ഓഫ് ലൈറ്റ് ഉണ്ട്, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഫ്രീക്വൻസിനെയും വേവ് ലെങ്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലൈറ്റിന്റെ കളറ് ഫ്രീക്വൻസിനെയും വേവ് ലെങ്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാമ്പ് ഈസ് എ കോൾഡ് കാഥോഡ് ലാമ്പ്? കോൾഡ് കാഥോഡ് ലാമ്പിന് എക്സാമ്പിൾ ഏതാണ്? മെർക്കുറി വേപ്പർ ലാമ്പാണ് കോൾഡ് കാഥോഡ് ലാമ്പിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. യു ഹാവ് ടു റിപ്പയർ സ്റ്റോറേജ് ടൈപ്പ് വാട്ടർ ഹീറ്റർ വിച്ച് ഹാസ് സ്റ്റീം ഇൻ ദ ഹോട്ട് വാട്ടർ. ദ പോസിബിൾ റെമഡി ഫോർ ദിസ് ട്രബിൾ ക്യാൻ ബി ഫൗണ്ടഡ് ബൈ ചെക്കിംഗ്, ഓപ്ഷൻ ബി ആണ്, ദ തെർമോസ്റ്റാറ്റ് സെറ്റിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. The reading on a 3-digit millivolt meter started flashing continuously when connected across a resistor to measure the meter volt across MV across it. The reason for flashing of display on millivolt meter across it. The reason for flashing of display on millivolt meter is that ഏതാണ്? ഓപ്ഷൻ സി ആണ്, the measured value is over range എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദ റീഡിംഗ് ഓൺ എ 3-digit millivolt meter started flashing continuously when connected across a resistor to measure the millivolt across it. The reason for flashing of display on millivolt meter ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അടുത്തതാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെഷർമെന്റ് കനോട്ട് ബി ഡൺ വിത്ത് മൾട്ടിമീറ്റർ? മൾട്ടിമീറ്ററിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത മെഷർമെന്റ് ഏതാണ്? ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് മോട്ടോർ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. വൈ എ ഹയർ കപ്പാസിറ്റി സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ ഓപ്പറേറ്റിംഗ് അണ്ടർ ലോ ലോഡ് കണ്ടീഷൻ? ലോ ലോഡ് കണ്ടീഷനിൽ എന്തുകൊണ്ടാണ് സ്ക്വിറൽ കേജ് കപ്പാസിറ്റി, അതായത് ഹയർ കപ്പാസിറ്റി സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ ചെയ്യാത്തത് എന്താണ്? റെക്കമെൻഡ് ചെയ്യാത്തത് എന്താണ്? അതിനുള്ള റീസൺ എന്താണ്? കാരണം എന്താണ്? ഓപ്ഷൻ ബി ആണ്, പവർ ഫാക്ടർ വിൽ ബി ലെസ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തതാണ് 35ാമത്തെ ക്വസ്റ്റ്യൻ. ഷണ്ട്സ് ആൻഡ് മൾട്ടിപ്ലയേഴ്സ് യൂസ്ഡ് ഇൻ NC ഇൻസ്ട്രുമെന്റ്സ് ആർ മേഡ് അപ്പ് ഓഫ് മാഗ്നീറ്റ്. ദ റീസൺ ഫോർ യൂസിംഗ് ദ എബോവ് മെറ്റൽ ഈസ് ദാറ്റ്. എന്തുകൊണ്ടാണ് മാഗ്നീറ്റ് എന്ന് പറയുന്ന മെറ്റൽ അതിൽ യൂസ് ചെയ്യുന്നത്? എന്താണ്? വെരി ലോ പ്രാക്ടിക്കലി കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് മാഗ്നീറ്റ് NC ഇൻസ്ട്രുമെന്റ്സിൽ യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അടുത്താണ് 35ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഓർഡർ ടു ഓപ്പറേറ്റ് എ ഫ്ലൂറസെന്റ് ട്യൂബ് സെറ്റ് ഓൺ DC സപ്ലൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് അഡീഷണൽ ഓക്സിലറി ഡിവൈസ് ഈസ് ടു ബി കണക്റ്റഡ്? ഏതാണ്? ഓപ്ഷൻ സി റെസിസ്റ്റൻസ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്.
അടുത്തതാണ് the power input increases by 3 times when the connection of 3 phase loads changes from star to delta at the same line voltage. What is the reason for this? ഏതാണ്? The line current is 3 times higher in delta connection than in star connection. അതാണ് ആൻസർ വരുന്നത്. 37ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്താണ് 38ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ പാരലൽ റെസൊണൻസ് സർക്യൂട്ട് ദ കപ്പാസിറ്റർ കറന്റ് ഈസ്, ഏതാണ്? ഓപ്ഷൻ എ ആണ്, മോർ ദാൻ ലൈൻ കറന്റ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അടുത്തതാണ് 39ാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു നാഷണൽ ഇലക്ട്രിക് കോഡ് വാട്ട് ഈസ് ദ സ്പെസിഫൈഡ് മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വാഷിംഗ് യൂണിറ്റ് ആൻഡ് ദ സ്വിച്ച് ബോർഡ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്, 2.5 മീറ്റർ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അടുത്തതാണ് 40ാമത്തെ ക്വസ്റ്റ്യൻ. എ സീരീസ് RLC സർക്യൂട്ട് ടേക്സ് ലീഡിംഗ് പവർ ഫാക്ടർ കറന്റ് അറ്റ്, ഓപ്ഷൻ സി ആണ്, ലെസ് ദാൻ റെസൊണന്റ് ഫ്രീക്വൻസി എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഇൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എ DC ജനറേറ്റർ ദ റിപ്പിൾ എഫക്ട് ക്യാൻ ബി റിഡ്യൂസ്ഡ് ബൈ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ആർമേച്ചർ കോയിൽ. അടുത്തതാണ് while installing power sub circuits in domestic installation it should be restricted to 3000 watts within 2 outlets എന്നുള്ളതാണ് ആൻസർ വരുന്നത്. 3000 വാട്ട്സ് വിത്തിൻ 2 outlets. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. What type of compounding would be desirable in the DC generator feeding a long transmission line? ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഓവർ കോമ്പൗണ്ടിങ് ആണ് ആൻസർ വരുന്നത്. അടുത്തതാണ് ദ മോസ്റ്റ് എക്കണോമിക് മെത്തേഡ് ഓഫ് ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ്. ഇലക്ട്രിക്കൽ ബ്രേക്കിങ്ങിനുള്ള എക്കണോമിക് മെത്തേഡ് ഏതാണ്? റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ദ മോസ്റ്റ് എക്കണോമിക് മെത്തേഡ് ഓഫ് ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് എന്ന ഓപ്ഷൻ സി, റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അടുത്തതാണ് when a DC series motor is connected to an AC supply then, option D, it will run with less efficiency and high spark cut commutator ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഡമ്മി കോയിൽസ് ഇൻ എ DC generator is provided, option D, to provide mechanical balance to the rotor എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അടുത്തതാണ് when the number of poles and the number of armature conductors are fixed then which winding of a DC generator will give the higher EMF? ഏതാണ്? ഓപ്ഷൻ എ, വേവ് വൈൻഡിങ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അടുത്തതാണ് 48ാമത്തെ ക്വസ്റ്റ്യൻ. എർത്ത് ടെസ്റ്റർ is used for measuring earth resistance in which generated DC is converted into AC by current reverser. The reason for using AC supply for resistance measurement is, ഈ ഒരു AC സപ്ലൈ ഉപയോഗിക്കുന്നത്, റെസിസ്റ്റൻസിലെ AC സപ്ലൈ ഉപയോഗിക്കുന്നതിന്റെ റീസൺ എന്താണ്? ഏതാണ്? ടു റിഡ്യൂസ് എറർ ഡ്യൂ ടു ഇലക്ട്രോലൈറ്റ് EMF. അതാണ് ആൻസർ വരുന്നത്. അടുത്തതാണ് 49ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് വോൾട്ടേജ് സ്റ്റെബിലൈസർ ഈസ് ടു പ്രൊവൈഡ്, ഏതാണ്? ഓപ്ഷൻ സി ആണ്, കോൺസ്റ്റന്റ് വോൾട്ടേജ് സപ്ലൈ ടു ലോഡ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് വോൾട്ടേജ് സ്റ്റെബിലൈസർ ഈസ് ടു പ്രൊവൈഡ്, ഏതാണ്? കോൺസ്റ്റന്റ് വോൾട്ടേജ് സപ്ലൈ ടു ലോഡ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അടുത്തതാണ് എ ഫുഡ് മിക്സ്ചർ റേറ്റഡ് ഫോർ 240 watt AC fails to start when it is switched on. Which one of the following is not a cause for the above? ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. jammed rotor, supply voltage is only 210 volt, oil relay is not reset, option D, open in armature windings. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, സപ്ലൈ വോൾട്ടേജ് ഈസ് ഓൺലി 210 വോൾട്ട് എന്നുള്ളതാണ്, 210 വോൾട്ട് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇത്രയുമാണ് ഇലക്ട്രീഷ്യൻസിന്റെ കേരള വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലെ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എക്സാംസ് ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.